ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു മാറ്റം കൊണ്ടുവന്ന, അല്ലെങ്കിൽ എൻ്റെ പാഷനെ എനിക്ക് കണ്ടെത്താൻ സഹായിച്ച, എൻ്റെ ലക്ഷ്യത്തിലേക്ക് എനിക്ക് വളരെ ഫാസ്റ്റായിട്ട് എത്താൻ സഹായിച്ച ഒരു ഏറ്റവും വലിയ കാര്യമാണ്. അതാണ് പബ്ലിക് സ്പീക്കിംഗ് സ്കിൽ എന്ന് പറയുന്നത്. അതായത് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഇന്ന് ഇവിടെ ഇരുന്ന് ഞാൻ സംസാരിക്കാനും നിങ്ങൾ ഇത് കേൾക്കാനും കാരണക്കാരനായ ഒരുപാട് വ്യക്തികളുണ്ട്. അതിൽ ഒന്ന്, എനിക്ക് ആദ്യമായി പബ്ലിക് സ്പീക്കിങ്ങിലേക്ക് അല്ലെങ്കിൽ ഒരു സ്റ്റേജിന്റെ മുന്നിലേക്ക് എന്നെ ഉന്തി തള്ളിവിട്ട എൻ്റെ നെൻസാർ മാഷ്, എൻ്റെ ഒരു റിലേറ്റീവാണ്, കസിൻ എന്ന് പറയുന്നത്, എൻ്റെ ഒരു ബ്രദറാണ്. എന്നെ ആദ്യമായിട്ട് തള്ളിയിട്ട സമയത്ത് എനിക്ക് പല്ലിടിച്ചത്, എൻ്റെ കാല് വിറച്ചത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. So I'm so grateful to that person. Then എനിക്ക് ഒരുപാട് ട്രെയിനിങ് തന്ന പല ട്രെയിനേഴ്സ് ഉണ്ട്. അതിന് സ്പെഷ്യൽ ആയിട്ട് പറയാനുള്ളത് എൻ്റെ പ്രിയ സുഹൃത്തു കൂടിയായിട്ടുള്ള നവീൻ സാറിനും കൂടിയാണ്. കാരണം ഇന്ന് സംസാരിക്കുന്ന സമയത്ത് എനിക്ക് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു 5 വർഷം മുമ്പ് അല്ലെങ്കിൽ 6 വർഷം മുമ്പ് ഞാൻ എങ്ങനെയായിരുന്നു, അതിന് ഇങ്ങനെ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ച ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വെളിപ്പെടുത്താൻ, അല്ലെങ്കിൽ അതിനുള്ള ചെറിയ ചെറിയ സീക്രട്സ് നിങ്ങളിലേക്ക് വെളിപ്പെടുത്താൻ വേണ്ടി ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങളൊരു സെലിബ്രിറ്റി ആവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ സെലിബ്രിറ്റിക്ക് ഒരു സ്റ്റേജിനെ അഭിമുഖീകരിക്കേണ്ടി വരും. നിങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ റെക്കഗ്നീഷൻ കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു സ്റ്റേജിനെ അഭിമുഖീകരിക്കേണ്ടി വരും. 4 ആളുടെ മുന്നിൽ പ്രസംഗികനാകേണ്ടി വരും. ഈ സമയത്ത് എങ്ങനെ ഇതിനെ മാനേജ് ചെയ്യും? സോ അതിന് ഈ സ്കിൽ അനിവാര്യമാണ്. ആ സ്കില്ലിന് വേണ്ടി ഒരു ബേസിക് ടിപ്സ് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയിൽ മുഴുവനായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ഒരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ്. 4 ആളുടെ മുന്നിൽ എനിക്ക് സംസാരിക്കാനുള്ള ധൈര്യം എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. പക്ഷേ അത് ഞാൻ തീരുമാനമെടുത്തു, ഞാൻ മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ സംസാരിക്കും എന്ന് നമ്മൾ ഫസ്റ്റ് തീരുമാനമെടുത്താൽ ആദ്യത്തെ കെട്ട് പൊട്ടി എന്ന് പറയും. ഈ കെട്ട് പൊട്ടിച്ചാൽ രണ്ടാമത്തെ കാര്യം അതിനു വേണ്ടി വേദി കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പൊ വേദി എങ്ങനെ കണ്ടെത്തും? വേദി കണ്ടെത്താൻ വേണ്ടി പല ട്രെയിനേഴ്സും പബ്ലിക് സ്പീക്കിംഗ് ട്രെയിനിങ്സ് നടത്തുന്നുണ്ട്. അത് പോയി അറ്റൻഡ് ചെയ്യാം. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ്, പബ്ലിക് സ്പീക്കിംഗ് ട്രെയിനിങ് മാത്രം ഐ തിങ്ക് 5 or 6 ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അത് സൂമിലായിട്ടും ഫിസിക്കലായിട്ടും. അപ്പൊ ഓരോന്നും എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് ഡിഫറെന്റ് ആണ്. സോ അങ്ങനെ ഒരു വേദി കണ്ടെത്തുക എന്നുള്ള, ആദ്യം തീരുമാനം എടുക്കുക, 2 അതിനു വേണ്ടി വേദി കണ്ടെത്തുക എന്നുള്ളതാണ്. അടുത്തൊരു സ്റ്റെപ്പ്, നമുക്ക് ഈ ഒരു പബ്ലിക് സ്പീക്കിംഗ് എടുക്കുന്ന സമയത്ത് മറ്റുള്ളവരെ അട്രാക്ട് ചെയ്യിപ്പിക്കാൻ, അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ അട്രാക്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി ചില പൊടിക്കൈകൾ. ഒന്ന്, ഐ കോണ്ടാക്ട് ആണ്. ഐ കോണ്ടാക്ട്, കണ്ണു നോക്കി സംസാരിക്കുക. 2, ജെസ്റ്റേഴ്സ് ആൻഡ് പോസ്റ്റേഴ്സ്. അതായത് എനിക്കിപ്പോഴും ഓർമ്മ, ഞാനൊരു വേദിയിൽ കയറുന്ന സമയത്ത്, ഹലോ നമസ്കാരം, എല്ലാവർക്കും ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഈ ഒരു മോഡൽ, ഹലോ നമസ്കാരം, എല്ലാവർക്കും ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇത് രണ്ടും തമ്മിലുള്ള മോഡുലേഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാരണം ഇത് ചെസ്റ്റേഴ്സ് ആൻഡ് പോസ്റ്റേഴ്സ് ഇല്ല, പക്ഷെ ഇത് ചെസ്റ്റേഴ്സ് ആൻഡ് പോസ്റ്റേഴ്സ്. നമ്മുടെ കയ്യും കാലുകളും അനങ്ങുന്നു. ആന എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആവുന്നു, ഉറുമ്പ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആവുന്നു. ഇത് ഓട്ടോമേഷൻ ആണ് ഇപ്പോ. പക്ഷെ ഒരു സമയത്ത് ഇത് ഓട്ടോമേഷൻ അല്ല, നമ്മൾ കോൺഷ്യസ് ആയിട്ട് ചെയ്യണം. ലൈക്ക് ഡ്രൈവിംഗ് അറിയാലോ. ആദ്യമായിട്ട് ഡ്രൈവിംഗ് ചെയ്ത സമയത്ത് 10 പിടിച്ചതും, ഫസ്റ്റ് ഗിയർ ഇട്ടതും, ക്ലച്ച് ചവിട്ടിയതും, താഴേക്ക് നോക്കിയതും, ഇതെല്ലാം ഓർമ്മ. ഇന്ന് നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ വല്ല ഓർമ്മയുണ്ട് ഇല്ല. അത് സബ് കോൺഷ്യസ്ലി അത് സെറ്റായി. കോൺഷ്യസിൽ നിന്ന് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ട്രാൻസ്ഫോം ആയി കഴിഞ്ഞാൽ പിന്നീട് ഇങ്ങോട്ട് ഒരു തിരിച്ചുവരവില്ല. അത് ഓട്ടോമേഷൻ ആയി, മോഡായി. ഇതേപോലെ അറിഞ്ഞുകൊണ്ട് ആദ്യകാലങ്ങളിൽ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഈ ഒരു ആക്ഷനെ ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഇത് ഞാൻ എല്ലാ പബ്ലിക് സ്പീക്കിംഗ് ട്രെയിനേഴ്സും അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിൽ നിന്ന് വരുന്നത് കൊണ്ടാണ്. സോ ജെസ്റ്റേഴ്സ് ആൻഡ് പോസ്റ്റേഴ്സ് യൂസ് ചെയ്യാം. അതേപോലെ വോയിസ് മോഡുലേഷന് ഭയങ്കര പ്രാധാന്യമുണ്ട്. ചില സമയങ്ങളിൽ നമ്മൾ അപ്പും ചില സമയങ്ങളിൽ ഡൗണും ആക്കേണ്ടതുണ്ട്. സോ ഇതും നമ്മുടെ പബ്ലിക് സ്പീക്കിങ്ങിൽ ഒരുപാട് പ്രാധാന്യമുണ്ട്. പിന്നീട് പറയാനുള്ളത്, നമ്മുടെ സ്പീച്ചിന് വേണ്ടി വരുന്ന സമയത്ത് പ്രിപ്പയർഡ് ആയിട്ട് വരിക. സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഒരുപാട് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ പിന്നെ പ്രിപ്പറേഷൻ്റെ ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കലി സാധനം വരും.
അപ്പൊ അതിന് ഒരു ഓർഡർ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് കിട്ടുന്നവന് ഉപകാരമാകും എന്നുകൂടി ഈ അവസരത്തിൽ അറിയിക്കും. ഇനി സ്റ്റേജ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ മാക്സിമം സ്റ്റേജിനെ യൂസ് ചെയ്യും. വാക്കിംഗ് ആദ്യമായിട്ട് സ്റ്റേജിലേക്ക് വരുന്ന വ്യക്തി തീർച്ചയായിട്ടും ഭയം ഉണ്ടാവും. പല്ലൊക്കെ ഈ ഇടിക്കുന്ന സമയത്ത് ഒരു 45 സെക്കൻഡ് 45 സെക്കൻഡ് കണ്ണടച്ചിട്ടാണെങ്കിലും ആരെയും നോക്കാണ്ടാണെങ്കിലും അവിടെ ഇരിക്കാൻ ശ്രമിച്ചാൽ അല്ലെങ്കിൽ അവിടെ നിൽക്കാൻ ശ്രമിച്ചാൽ ഓട്ടോമാറ്റിക്കലി ധൈര്യം വരും. ഒരു 2 വാക്ക് പറഞ്ഞാൽ ധൈര്യം കൂടും. അങ്ങനെ 45 സെക്കൻഡ് കഴിഞ്ഞു 1 മിനിറ്റ് അവിടെ എന്തെങ്കിലും പറഞ്ഞ് പിടിച്ചു നിന്നാൽ പിന്നീട് ഒന്നും നോക്കണ്ട, നിങ്ങളൊരു പെർഫോമൻസ് ആയിട്ട് മാറും. സോ കിട്ടുന്ന അവസരങ്ങൾ ഇനി മുതലാക്കണം. നമുക്ക് എവിടെ ഓപ്പർച്യൂണിറ്റി കിട്ടിയാലും നമുക്ക് സംസാരിക്കാൻ കഴിയണമെങ്കിൽ അല്ലെങ്കിൽ 4 ആളുടെ മുന്നിൽ നമുക്കൊരു പെർഫോമർ ആകണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സ്കിൽ അനിവാര്യമാണ്. കാരണം കാലം മാറുകയാണ്. ഈ കാലത്തിനൊപ്പം ഓടണമെങ്കിൽ ഒരു പുതിയൊരു സ്കില്ല് കൂടി നമ്മൾ അക്യൂർ ചെയ്തേ പറ്റൂ. അതിൽ ഏറ്റവും ബെസ്റ്റ് സ്കില്ലാണ്. കാരണം ഒരുപാട് യൂട്യൂബേഴ്സ്, ആ യൂട്യൂബേഴ്സിൽ പലരും ആദ്യത്തെ വീഡിയോ എടുത്ത് നോക്കുക, ഇപ്പോഴത്തെ വീഡിയോ എടുത്ത് നോക്കുക. ഈ യൂട്യൂബേഴ്സിന്റെ ലൈഫിനെ പോലും മാറ്റി മറിച്ചത് പലരുടെയും പബ്ലിക് സ്പീക്കിംഗ് ട്രെയിനിങ് അറ്റൻഡ് ചെയ്തതിന് തൽഫലമായിട്ടാണ്. സോ നിങ്ങൾക്കൊരു ട്രാൻസ്ഫോർമേഷൻ വേണമെങ്കിൽ പബ്ലിക് സ്പീക്കിങ്ങിന്റെ ഏതെങ്കിലും ട്രെയിനേഴ്സിന്റെ അടുത്ത് പോയി ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുക. ഈ ഇരിക്കുന്ന എല്ലാവരും, ഈ വോയിസ് കേട്ട എല്ലാവരും ജീവിതത്തിൽ വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിൽക്കുന്നു. നന്ദി, നമസ്കാരം. It's me signing off, Shadib Shah, Universe.